ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒരു കിടിലൻ പ്രൊമോ കൂട്ടുകാരെ, നമ്മുടെ സിദ്ധുവിന് അവസാനം ആ നല്ല ബുദ്ധി തോന്നുന്നു ഗൈസ്. നമ്മൾ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുന്നു നമ്മുടെ സിദ്ധുവിന്റെ ലച്ചുവിന്റെയും ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് അല്ലെ. അത് തന്നെയാട്ടോ ഇന്ന് വരാൻ പോകുന്നത്. പക്ഷേ അതിനിടയിൽ കുറെ കട്ടുറുമ്പോളും കയറുന്നുണ്ട് കൂട്ടുകാരെ. ഒരു രക്ഷയിലാട്ടോ നമ്മുടെ പാറമട വീട്ടിലെ കുടുംബാംഗങ്ങൾ. എന്തായാലും ഇന്ന് നമ്മുടെ സിദ്ധുവളിനെ രാവിലെ മുതൽ ഭയങ്കര പ്രണയാട്ടോ നമ്മുടെ ലച്ചുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണം. ലച്ചുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ലച്ചുവിനെ കുറെ നേരം നോക്കി നിൽക്കണം. ലച്ചുവിന് പാട്ട് പാടി കൊടുക്കണം. അങ്ങനെയൊക്കെ ആട്ടോ. അപ്പൊ ഇവർ ഹാളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സിദ്ധു പെട്ടെന്ന് നമ്മുടെ ലച്ചുവിന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടേ. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, ആ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ്. അപ്പൊ ലച്ചു ഇങ്ങനെ ഭയങ്കര നാണത്തോടുകൂടിയൊക്കെ നമ്മുടെ സിദ്ധുവിനെ നോക്കുവാണേ. ആ കൃത്യസമയത്ത് ദാ വരുന്നു നമ്മുടെ കനകാന്റി വന്നിട്ട് നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് ചോദിക്കുവാണേ, ആഹാ നിങ്ങൾ അന്താക്ഷരി കളിക്കുവാണോ എന്ന് ചോദിക്കുവാണ്. കനകാന്റി ഇത് ചോദിച്ച് പോയതും കണ്ട് പിന്നെ നമ്മുടെ കേശോളിയും വരുന്നുണ്ട്. കേശോളിയും വന്നിട്ട് സിദ്ധോളിന്റെ അടുത്ത് പറയുന്നുണ്ട്, സിദ്ധോളിയും പൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ, എന്റെ പൊന്നോ വയ്യ, ദാ ഞാനും കൂടി കൂടാം എന്നും പറഞ്ഞ് നമ്മുടെ കേശു അവരുടെ ഇടയിൽ വരും കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സിദ്ധോളിയൻ വന്ന് ശല്യം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലച്ചുവിനെയും കൂട്ടി ഒരു മുറിയിൽ പോയിട്ട് റൊമാൻറ്റിക് ആവാൻ നോക്കും കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് നമ്മുടെ ലച്ചുവിന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ലച്ചുവിനെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ദാ വരുന്നു നമ്മുടെ പാറുക്കുട്ടി. ചേച്ചി എന്റെ ക്രയോൺസ് കണ്ടോ? അപ്പൊ തന്നെ നമ്മുടെ ലച്ചുവിന് ഭയങ്കര ദേഷ്യം പിടിക്കുന്നു കേട്ടോ. അവക്കടെ ഒരു ക്രയോൺസ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോകുന്നുണ്ടേ. പുറത്തോട്ട് പോയി പിന്നെ നമ്മുടെ ലച്ചുവും സിദ്ധുവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അതിനിടയിൽ നമ്മുടെ കേശു വന്നിട്ട്, നിങ്ങൾ രണ്ടും കൂടി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുവാണല്ലോ, ഇനി ഞാനും കൂടെ നമുക്ക് 3 പേർക്കും കൂടി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുവാണേ. ലാസ്റ്റ് കേശുവിന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും സംസാരം തുടങ്ങുമ്പോൾ ദാ വരുന്നു നമ്മുടെ ഗൗരി അമ്മായി. ആഹാ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുവാണോ, എങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞു നമ്മുടെ ഗൗരി അമ്മായി. എന്തൊരു കഷ്ടല്ലേ, നമ്മുടെ സിദ്ധുവിന് ആണ്ടിലിംഗൊലത്തിലെ ഒരു നല്ല വെളിവ് വരുത്തുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും വെറുതെ വിടുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ലച്ചു സിദ്ധുവിന്റെ അടുത്ത് പറയുന്നുണ്ടേ, കുടുംബമായാലും ഇങ്ങനെ ഇരിക്കും, ഇപ്പൊ സിദ്ധുവിന് മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സിദ്ധു ആകപ്പാടെ തലയിൽ കൈവച്ച് നിൽക്കുക. ടീച്ചർ എന്റെ ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാനോ ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരിക്കാനോ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാട്ടോ പ്രേക്ഷകരെ. കാത്തിരുന്ന് തന്നെ കാണാവേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.